നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 23/11/2025 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 186, RSS 5 കിലോ 181, ISNL 20 165, ലാറ്റക്സ് 60% DRC ഉള്ള 126 രൂപ 30 പൈസ. ഇതാണ് കോട്ടയം ബോർഡ് വില. ഈ കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 186, RSS 5 കിലോ 181, ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡ് ഇനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 175 രൂപ 50 പൈസ, ലോട്ട് കിലോ 165 മുതൽ 170 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 85% DRC ഉള്ള ഒട്ടുപാൽ കിലോ 123 രൂപ 50 പൈസ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 92 രൂപ 63 പൈസ. ഈ ഫീൽഡ് ലാറ്റക്സ് പോകുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 170 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 8500 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 10200, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 11900 രൂപയാണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 178, RSS 5 കിലോ 173, ISNL 20 160 മുതൽ 160 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 113 രൂപയാണ്. ഇതാണ് ഇന്നത്തെ റബ്ബർ വില. ടാപ്പിംഗ് വളരെ പ്രതികൂല കാലാവസ്ഥയാണ്. മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങിയില്ല. കവറിട്ട മരങ്ങൾ പോലും വെട്ടാൻ പറ്റാത്ത സ്ഥിതിയാണ് കാലാവസ്ഥ പ്രതികൂലാവസ്ഥയിൽ. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണം 1 ഗ്രാമിൻ്റെ മുകളിൽ 170 രൂപയും 1 പവൻ്റെ മുകളിൽ 1360 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. ആശങ്ക ഉയർത്തുന്ന സ്വർണ്ണവിലയാണ് ഇപ്പോൾ നടക്കുന്നത്. 22 ക്യാരറ്റ് 1 ഗ്രാം 11535, 1 പവൻ 92280. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12584, 1 പവൻ 1,672,000. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9438, 1 പവൻ 75,504. ഇതാണ് സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ ചകരിയില്ലാത്ത മുട്ട 90, പച്ചത്തേങ്ങ ചകരിയുള്ളത് 80 മുതൽ 85, വെളിച്ചെണ്ണ ലിറ്ററിന് 480, കൊപ്ര എടുത്തപടി 216, കൊക്കോ ഉണങ്ങിയത് 340, കച്ചോലം ഉണങ്ങിയത് 675, പിണ്ണാക്ക് എസ്പെലർ 42, റോട്ടറി 43, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 692, കുരുമുളക് ഗാർബിൾഡ് കിലോ 712, കുരുമുളക് പുതിയത് 682. ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, ഗ്രാമ്പു 770, ഗ്രാമ്പു നാടൻ 880, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പട്ടിക്കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോട് കൂടി 290, കുരുമുളക് വയനാടൻ 680, കുരുമുളക് ചേട്ടൻ 670, പൈനാപ്പിൾ പച്ച 28, പഴം 29. സാധ്യതാ പഠനം തുടങ്ങി. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ 107 തീരദേശ പ്രദേശങ്ങളിൽ ഇന്ധന കമ്പനികൾ സാധ്യതാ പഠനം ആരംഭിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മീൻപിടുത്ത തൊഴിൽ വള്ളങ്ങൾക്ക് ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ മത്സ്യഫെഡിന് കീഴിൽ പെട്രോൾ പമ്പുകൾ ആരംഭിക്കാൻ പദ്ധതി. എന്തായാലും ഇത് വരുവാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു തീരുമാനം തന്നെയാണ്. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.